പ്രഭാത വാർത്തയിലേക്ക് വിശദമായി. കണ്ണൂർ നെടുമ്പാശ്ശേരി വിമാനത്താവളങ്ങളിൽ യാത്രക്കാരുടെ പ്രതിഷേധം. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ വിമാനങ്ങൾ മുന്നറിയിപ്പില്ലാതെ റദ്ദാക്കിയെന്നാരോപിച്ച നൂറുകണക്കിന് യാത്രക്കാർ പ്രതിഷേധിക്കുകയാണ്. ജീവനക്കാരുടെ മിന്നൽ പണിമുടക്കെന്നാണ് കമ്പനി നൽകുന്ന വിശദീകരണം. ടിക്കറ്റ് എടുത്തിരുന്നാണ്. അപ്പോൾ അവർ പറയുന്നത് കണക്കൂട്ട് നാളെ വേണ്ടതാണ് പറയുന്നത്. അപ്പോൾ നാളത്തേക്ക് റെഡിയാക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്പറിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണെന്ന് അറിയില്ല. നിങ്ങൾ വിസ നാളെ ക്യാൻസലാണ്. ഇന്നാണ് ഞാൻ കൂട്ടിയപ്പോൾ, പിന്നെ അവിടുന്ന് അവർ അതോറിറ്റി കൂട്ടിയപ്പോൾ നാളെ കൊണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതിനുള്ള ഷെഡ്യൂൾ കണ്ടെത്താൻ നമ്മൾ യാത്ര അയക്കാം. അത്രയും നമ്മൾ ഇന്ന് അതായത് അർജന്റായിട്ട് എത്തേണ്ടവരുണ്ട്. ഓൾ ഇന്ത്യ ലെവലിലാണ് ഇവർ പറയുന്നത്. പക്ഷേ ഓൾ ഇന്ത്യ ലെവലിലല്ല. ഇപ്പോൾ ഹൈദരാബാദിൽ നിന്ന് ഫ്ലൈറ്റ് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. ഒരു ഇൻസിഡന്റ് ആണ്. കൊടുക്കാൻ പറ്റുന്ന ഫ്ലൈറ്റ് തുടങ്ങുന്നതിന് 2 മണിക്കൂർ മുന്നെയാണ് ഈ ക്രൂ ഇൻസിഡന്റ് ചെയ്യുന്നത്. കണ്ണൂരിൽ നിന്ന് സജോ ദേവസ്യം, കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ് നൽകും കൂടുതൽ വിവരങ്ങൾ. ആദ്യം കണ്ണൂരിലേക്ക്. സജോ, ഇപ്പോഴും യാത്രക്കാരുടെ പ്രതിഷേധം തുടരുകയാണോ? ഈ ഫ്ലൈറ്റുകൾ റദ്ദാക്കി എന്നുള്ളത് വസ്തുതയാണ്. അതിന് ബദൽ സംവിധാനങ്ങൾ ഏർപ്പെടുത്താൻ കമ്പനി തയ്യാറായിട്ടുണ്ടോ? ഇപ്പോൾ ഒരു യാത്രക്കാരന്റെ പ്രതികരണം കേട്ടു. ഇവിടെ കേരളത്തിൽ ഓൾ ഇന്ത്യ ലെവലുള്ള പ്രശ്നമാണെന്ന് കമ്പനി പറയുമ്പോഴും ഹൈദരാബാദിൽ നടക്കം ഫ്ലൈറ്റുകൾ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. ഇതിവിടെ മാത്രമുള്ള പ്രശ്നമാണെന്ന് അവർ പറയുന്നു. പലർക്കും ഇന്ന് തന്നെ അവിടെ എത്തേണ്ട സ്ഥിതിയുണ്ട്. അതെല്ലാം തന്നെ താറുമാറിലാവുന്ന ഒരു സ്ഥിതിയുണ്ട്. ഇപ്പോൾ എന്താണ് നിലവിലെ അവസ്ഥ കണ്ണൂരിൽ? പ്രജിൻ, കണ്ണൂരിൽ ഇപ്പോഴും യാത്രക്കാരുടെ പ്രതിഷേധം തുടരുകയാണ്. നേരത്തെ നമ്മളോട് സംസാരിച്ച യാത്രക്കാരൻ തന്നെ സൂചിപ്പിച്ച കാര്യമുണ്ട്. അദ്ദേഹത്തിന്റെ വിസ ഇന്ന് റദ്ദാകും. ഇന്ന് തന്നെ യാത്ര ചെയ്യണം. ഇന്ന് തന്നെ അവിടെ എത്തി വിസ പുതുക്കേണ്ടതുണ്ട്. അത്തരം അടിയന്തര സാഹചര്യമുള്ള യാത്രക്കാരടക്കമുണ്ട്. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, യാതൊരു മുന്നറിയിപ്പും യാത്രക്കാർക്ക് ലഭ്യമായിരുന്നില്ല. 3 വിമാനങ്ങളാണ് കണ്ണൂരിൽ നിന്ന് പുറപ്പെടേണ്ട 3 എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങളാണ് മുന്നറിയിപ്പില്ലാതെ റദ്ദാക്കിയത്. ആ 3 വിമാനങ്ങളിൽ പുറപ്പെടേണ്ട 100-ലധികം യാത്രക്കാരാണ്. അവർ അർദ്ധരാത്രിയിലും പുലർച്ചെയും ഒക്കെയായി യാത്രയ്ക്കായി എത്തിയിരുന്നവരാണ്. അവർ ഇവിടെ എത്തിയതിനു ശേഷമാണ് വിമാനം റദ്ദാക്കിയ വിവരം അറിയുന്നത്. ഇത് സംബന്ധിച്ച് കമ്പനി പ്രതിനിധികളോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് തങ്ങൾ നിസ്സഹായരാണ്. ജീവനക്കാരുടെ മിന്നൽ പണിമുടക്കാണ്. ഇത് രാജ്യവ്യാപകമായ പ്രതിഷേധമാണ്. ബദൽ ക്രമീകരണങ്ങൾ ഒരുക്കാൻ അതുകൊണ്ട് ഇപ്പോൾ മതിയായ സാഹചര്യമില്ല എന്നതായിരുന്നു അവർ വിശദീകരിച്ചത്. അതിൽ യാത്രക്കാർ പറയുന്നത് മറ്റ് രാജ്യത്തെ പല വിമാനത്താവളങ്ങളിൽ നിന്നും എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങൾ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. അത് ഇവരുടെ വാദം ശരിയല്ല, മറ്റ് കാരണങ്ങളാണ്. അത് മറികടക്കാനാണ് പണിമുടക്ക് എന്ന വിശദീകരണം പറയുന്നത് എന്നാണ് യാത്രക്കാർ പറയുന്ന ഒരു കാര്യം. പക്ഷെ അപ്പോഴും അവരുടെ കണ്ണൂർ വിമാനത്താവളത്തിലെ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ കമ്പനി പ്രതിനിധികൾ പറയുന്നത് ഇത്തരം ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളതെന്നതാണ്. ഷാർജ, മസ്കറ്റ്, അബുദാബി എന്നിവിടങ്ങളിലേക്ക് പോകേണ്ട 3 വിമാനങ്ങളാണ് ഇവിടെ റദ്ദായതും. അതുകൊണ്ട് ആളുകളെ സംബന്ധിച്ചിടത്തോളം കുറച്ചു പേരൊക്കെ മടങ്ങിപ്പോയിട്ടുണ്ട്. അവശേഷിക്കുന്ന ആളുകൾ ഇക്കാര്യത്തിൽ ഒരു ഉറപ്പ് നൽകണം. ബദൽ ക്രമീകരണം സംബന്ധിച്ച് അറിയിപ്പ് വേണം എന്നടക്കമുള്ള കാര്യങ്ങളിൽ അവർ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. പക്ഷെ അക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു ഉറപ്പോ അല്ലെങ്കിൽ യാത്രക്കാരുടെ പ്രശ്നങ്ങൾ യഥാവിധം പരിഹരിക്കുന്നതിന് ആവശ്യമായ എന്തെങ്കിലും ഒരു പരിഹാര നിർദ്ദേശമോ ഉറപ്പോ ഒന്നും ഇതുവരെ കമ്പനി പ്രതിനിധികൾ നൽകിയിട്ടില്ല എന്നതാണ് ഈ പ്രതിഷേധം കൂടുതൽ ശക്തമാക്കുകയും ആളുകൾ പ്രതിഷേധിക്കുകയും ഒക്കെ ചെയ്യുന്നത്. വലിയ നമ്പർ ആളുകളുണ്ട്. കാരണം 3 വിമാനങ്ങളായി പുറപ്പെടേണ്ടതാണ്. പുലർച്ചെ 4:25 പുറപ്പെടേണ്ട വിമാനത്തിനടക്കം അർദ്ധരാത്രിയോടുകൂടി എത്തിയ ആൾക്കാരടക്കം വിമാനത്താവളത്തിൽ ഉണ്ടായിരുന്നു. ഇത്രയും ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ പ്രതിസന്ധിയായി. പലരെ സംബന്ധിച്ചിടത്തോളം അതും അന്താരാഷ്ട്ര യാത്രയാണ്. ആ യാത്ര എന്നത് പലപ്പോഴും ലീവ് എടുത്ത് വന്നവരും അങ്ങനെ കൃത്യസമയത്ത് റിപ്പോർട്ട് ചെയ്യേണ്ടവരടക്കമുള്ളവരുണ്ട്. ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു മുന്നറിയിപ്പോ അതിനുശേഷം ബദൽ ക്രമീകരണം സംബന്ധിച്ചുള്ള ഉറപ്പോ ഒന്നും ലഭ്യമാകാത്തതാണ് ഈ യാത്രക്കാരുടെ പ്രതിഷേധത്തിന്റെ ചൂട് വർദ്ധിപ്പിക്കുന്നത്. കമ്പനി പ്രതിനിധികളും വിമാനത്താവളത്തിലെ പോലീസും ഒക്കെ ഇടപെട്ട് ഈ മധ്യസ്ഥ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ അക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു ഉറപ്പ് ലഭ്യമാകാതെ എങ്ങനെ മടങ്ങിപ്പോകാനാകും എന്ന ചോദ്യമാണ് യാത്രക്കാർ ചോദിക്കുന്നത്. ആ നിലയ്ക്ക് അവരുടെ പ്രതിഷേധം ഇപ്പോഴും തുടരുകയും ചെയ്യുന്നുണ്ട്. ശരി സജോ, തുടരുക. ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ് കൂടി ചെയ്യുന്നുണ്ട്. വിഷ്ണു, നെടുമ്പാശ്ശേരിയിലെ പ്രതിഷേധം എന്താണ്? ഇതേ പ്രശ്നം തന്നെയാണ് അവിടെയും. എയർ ഇന്ത്യ വിമാനങ്ങളാണ് റദ്ദാക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ 2 വിമാനങ്ങൾ അവിടെ നിന്നും റദ്ദാക്കിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിൽ പുനഃക്രമീകരണങ്ങളുണ്ടോ അല്ലെങ്കിൽ ബദൽ സംവിധാനങ്ങളുണ്ടോ? പ്രജിൻ, കണ്ണൂരിലേത് സമാനമാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെയും കാര്യം. ഒരു തരത്തിലുള്ള മുന്നറിയിപ്പും ഇല്ലാതെയാണ് ഈ എയർ ഇന്ത്യ വിമാനങ്ങൾ റദ്ദു ചെയ്തത്. നിലവിൽ നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് മസ്കറ്റ്, ബഹ്റൈൻ എന്നിവിടങ്ങളിലേക്കുള്ള ഫ്ലൈറ്റുകളാണ് റദ്ദു ചെയ്തത്. ഒപ്പം തന്നെ നെടുമ്പാശ്ശേരിയിലേക്ക് എത്തേണ്ട 4 ഫ്ലൈറ്റുകൾ റദ്ദു ചെയ്തിട്ടുണ്ട്. നെടുമ്പാശ്ശേരിയിലേക്ക് എത്തേണ്ട ഷാർജ വിമാനം 11:30 എത്തേണ്ട ഷാർജ വിമാനം, വൈകിട്ട് 5:45 എത്തേണ്ട മസ്കറ്റ് വിമാനം, 6:30 എത്തേണ്ട ബഹ്റൈൻ വിമാനം,
10-നെത്തേണ്ട ദമാം വിമാനം, ഇങ്ങനെ 4 വിമാനങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തുന്നതും റദ്ദ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 3 മണിയോടുകൂടിയാണ് ഈ പ്രതിഷേധം ആരംഭിക്കുന്നത്. അതായത് ആളുകൾ മസ്കറ്റിലേക്കും ബഹ്റിനിലേക്കും പോകുന്നതിന് വേണ്ടിയുള്ള ഫ്ലൈറ്റുകൾക്ക് തയ്യാറായി എത്തിയതാണ്. പക്ഷേ പെട്ടെന്ന് ഈ കൗണ്ടറിൽ ചോദിക്കുകയും തുടർന്ന് ഇത്തരത്തിൽ ഫ്ലൈറ്റുകൾ റദ്ദ് ചെയ്തതിന് മറുപടി അവർക്ക് ലഭിച്ചു. ഈ മറുപടി മാത്രമാണ് ലഭിച്ചത്. എന്തുകൊണ്ടാണ് ഫ്ലൈറ്റ് റദ്ദ് ചെയ്യുന്നതെന്നോ അതല്ലെങ്കിൽ ഈ യാത്ര പിന്നീട് എപ്പോൾ പുനഃക്രമീകരിക്കുമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയും ഉണ്ടായില്ല. തുടർന്നാണ് ആളുകൾ പ്രതിഷേധത്തിലേക്ക് പോയത്. എപ്പോൾ ഈ യാത്ര ക്രമീകരിക്കാനാകും, ഒരുപക്ഷെ നാളെയോ മറ്റന്നാളോ ആയി ക്രമീകരിക്കാനാകും എന്നൊരു മറുപടി മാത്രമാണ് ലഭിക്കുന്നത്. ഒരു വേഗമായിട്ടുള്ള മറുപടിയാണ്. അതിൽ കൃത്യത ഇനി എയർ ഇന്ത്യ അധികൃതരാണ് നടത്തേണ്ടത്. പ്രജിൻ. ശരി, വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. എയർ ഇന്ത്യ വിമാനങ്ങൾ റദ്ദാക്കിയതാണ് യാത്രക്കാരെ വലച്ചിരിക്കുന്നത്. ബദൽ സംവിധാനങ്ങൾ ഏർപ്പെടുത്താൻ ഇതിനോടകം അധികൃതർ തയ്യാറായിട്ടില്ല. മറ്റിടങ്ങളിൽ രാജ്യവ്യാപകമായ പ്രശ്നമാണെന്ന് പറയുമ്പോഴും ഹൈദരാബാദിൽ നടക്കം ഫ്ലൈറ്റുകൾ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടെന്ന് യാത്രക്കാർ തന്നെ പറയുന്നു. അപ്പോൾ അടിയന്തരമായ ഒരു ഇടപെടൽ വേണം എന്നാണ് യാത്രക്കാരുടെ ആവശ്യം. കണ്ണൂരിൽ നിന്ന് സജോ ദേവസ്യം, കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷുമാണ് വാർത്ത നൽകിയത്. സംസ്ഥാനത്ത് ഉയർന്ന താപനില തുടരുന്നതിനൊപ്പം വേനൽ മഴയും സജീവമാകാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. തുടർച്ചയായ ദിവസങ്ങളിൽ അതിതീവ്രമായ ചൂട് രേഖപ്പെടുത്തിയ ആലപ്പുഴയും പാലക്കാടും ഉൾപ്പെടെ 12 ജില്ലകളിൽ ചൂട് കൂടാൻ സാധ്യതയുണ്ട്. സാധാരണയേക്കാൾ 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് കൂടാനാണ് സാധ്യത. അടുത്ത 4 ദിവസം ഇടിമിന്നലോട് കൂടിയ വേനൽമഴ സജീവമാകാൻ സാധ്യതയുണ്ട്. ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും കടലേറ്റത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. വെസ്റ്റ് നൈൽ പനി റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ മലപ്പുറം, കോഴിക്കോട്, തൃശൂർ ജില്ലകളിൽ ജാഗ്രത തുടരുന്നു. കൊതുക് നിവാരണത്തിനു വേണ്ട നടപടികളാണ് ജില്ലാ ഭരണകൂടങ്ങളുടെ നേതൃത്വത്തിൽ പുരോഗമിക്കുന്നത്. പനിയോ മറ്റ് രോഗലക്ഷണങ്ങളോ ഉള്ളവർ ഉടൻ ചികിത്സ തേടണമെന്നാണ് നിർദ്ദേശം. കോഴിക്കോട് രോഗം സ്ഥിരീകരിച്ചയാൾ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. രോഗമുക്തരായ 4 പേരുടെയും ആരോഗ്യസ്ഥിതി തൃപ്തികരമാണ്. രോഗലക്ഷണങ്ങളോടെ ഒരാൾ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. അതേസമയം ഹെപ്പറ്റൈറ്റിസ് എയും ഡെങ്കിപ്പനിയും കോഴിക്കോട് ജില്ലയിൽ പടരുന്നുണ്ട്. SSLC പരീക്ഷാ ഫലപ്രഖ്യാപനം ഇന്ന് ഉച്ചയ്ക്ക് 3 മണിക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഫലം പ്രഖ്യാപിക്കും. മുൻ വർഷത്തെ അപേക്ഷിച്ച് 11 ദിവസം നേരത്തെയാണ് ഇത്തവണത്തെ ഫലപ്രഖ്യാപനം. SSLC പരീക്ഷാ ഫലം അറിയാൻ വിപുലമായ സംവിധാനങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. പരീക്ഷാ ഭവൻ, PRD, SSLC എക്സാം, കൈറ്റ് എന്നിവയുടെ വെബ്സൈറ്റുകളിൽ ഫലം അറിയാനാകും. +2 VHC ഫലപ്രഖ്യാപനം നാളെ നടക്കും. സംസ്ഥാനത്ത് ഇന്നും ഡ്രൈവിംഗ് ടെസ്റ്റ് മുടങ്ങാൻ സാധ്യത. ഡ്രൈവിംഗ് സ്കൂൾ സംയുക്ത സമരസമിതിയുടെ പ്രതിഷേധങ്ങളെ തുടർന്ന് കഴിഞ്ഞ 5 ദിവസമായി സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റുകൾ നടന്നിട്ടില്ല. CIT ഒഴികെയുള്ള തൊഴിലാളി സംഘടനകൾ സംസ്ഥാന വ്യാപകമായി ടെസ്റ്റ് ബഹിഷ്കരണം തുടരുകയുമാണ്. അതേസമയം ആരെത്തിയാലും പുതിയ പരിഷ്കരണം അനുസരിച്ച് ടെസ്റ്റ് നടത്തുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചു. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സംഘടന കഴിഞ്ഞ ദിവസം ഉത്തരവിനെ സ്വാഗതം ചെയ്യുന്നതായി അറിയിച്ചിരുന്നു. ആവശ്യമെങ്കിൽ പോലീസ് സഹായത്തോടെ ടെസ്റ്റുകൾ നടത്താനാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ തീരുമാനം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 3ാം ഘട്ടത്തിലും മുൻകാലങ്ങളെ അപേക്ഷിച്ച് പോളിംഗ് ശതമാനത്തിൽ കുറവെന്ന് വിലയിരുത്തൽ. ഏറ്റവും കുറഞ്ഞ പോളിംഗ് മഹാരാഷ്ട്രയിലും ഏറ്റവും കൂടുതൽ പോളിംഗ് അസമിലുമാണ്. മണ്ഡലാടിസ്ഥാനത്തിൽ ഗുജറാത്തിലെ അമ്രേലിയിലാണ് ഏറ്റവും കുറഞ്ഞ പോളിംഗ്. വോട്ടർമാരുടെ പങ്കാളിത്തത്തിലെ കുറവ് തെരഞ്ഞെടുപ്പ് ഫലത്തെ ബാധിച്ചേക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധിയും ഇന്ന് തെലങ്കാനയിൽ വിവിധ റാലികളിൽ പങ്കെടുക്കും. KPCC അധ്യക്ഷനായി K. സുധാകരൻ ഇന്ന് ചുമതലയേൽക്കും. ഇന്ദിരാഭവനിൽ രാവിലെ 10 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ ആക്ടിംഗ് പ്രസിഡന്റ് MM ഹസൻ K. സുധാകരന് ചുമതല കൈമാറും. വിവാദങ്ങൾക്ക് പിന്നാലെ കഴിഞ്ഞ ദിവസമാണ് ചുമതല ഏറ്റെടുക്കാൻ സുധാകരന് ഹൈക്കമാൻഡ് അനുമതി നൽകിയത്. വോട്ടെടുപ്പ് കഴിഞ്ഞ സാഹചര്യത്തിൽ KPCC പ്രസിഡന്റിന്റെ ചുമതലകൾ തിരികെ നൽകണമെന്ന് AICC നേതൃത്വത്തോട് സുധാകരൻ ആവശ്യപ്പെട്ടിരുന്നു. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് അവസാനിക്കുന്നതുവരെ പ്രസിഡന്റ് ചുമതല നിർവഹിക്കാനുള്ള നിർദ്ദേശമാണ് AICC നേരത്തെ MM ഹസന് നൽകിയിരുന്നത്. ആസ്ട്രാസെനക്കയുടെ കോവിഡ് വാക്സിനുകൾ പിൻവലിച്ചു. വാണിജ്യപരമായ കാരണങ്ങളെ തുടർന്നാണെന്നാണ് വിശദീകരണം. വാക്സിൻ ഇനി നിർമ്മിക്കില്ലെന്നും വിതരണം ചെയ്യില്ലെന്നും കമ്പനി പറയുന്നു. വാക്സിൻ പാർശ്വഫലങ്ങൾ ഉണ്ടാക്കുമെന്ന് സമ്മതിച്ചതിന് പിന്നാലെയാണ് നടപടി. SNC ലാവ്ലിൻ കേസ് സുപ്രീം കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. അന്തിമവാദത്തിനാണ് കേസ് ഇന്നത്തേക്ക് ലിസ്റ്റ് ചെയ്തത്. ജസ്റ്റിസുമാരായ സൂര്യകാന്ത്, KV വിശ്വനാഥ് എന്നിവരാകും കേസ് പരിഗണിക്കുക. R. രാധാകൃഷ്ണൻ നൽകും കൂടുതൽ വിവരങ്ങൾ. ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. RK, ഗുഡ് മോർണിംഗ്. ലാവ്ലിൻ കേസ് ഇന്നത്തേക്കാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിന്റെ വിശദാംശങ്ങൾ എന്താണ്? കഴിഞ്ഞ ദിവസം പരിഗണിക്കുമെന്നായിരുന്നല്ലോ നേരത്തെ അറിയിച്ചിരുന്നത്.
കഴിഞ്ഞ ആഴ്ച 2 ദിവസമാണ് ഈ കേസ് ലിസ്റ്റ് ചെയ്തിരുന്നത്. പക്ഷേ മറ്റു കേസുകൾ വാദം നീണ്ട സാഹചര്യത്തിൽ ഈ കേസ് കേൾക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഇന്നും കഴിഞ്ഞ തവണ ലിസ്റ്റ് ചെയ്ത അതേ നമ്പറിൽ 112 ആയിട്ടാണ് ഈ കേസ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. മറ്റു കേസുകളിലെ വാദം എത്രത്തോളം നീളും എന്നതിനെ ആശ്രയിച്ചായിരിക്കും ഇന്നും ഈ കേസ് കേൾക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നീളുക. കഴിഞ്ഞ മാസങ്ങളിൽ ഈ കേസ് കേട്ട സമയത്ത് CBI ഈ കേസ് വേഗത്തിൽ കേൾക്കണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ചപ്പോൾ ഈ ആവശ്യം CBI പിന്നെ ഉന്നയിക്കാൻ തയ്യാറായിരുന്നില്ല. മാത്രമല്ല CBI സമർപ്പിക്കും എന്നറിയിച്ച തെളിവുകളോ ഒന്നും ഇതുവരെയും ഫയൽ ചെയ്യുകയും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ CBIയും ഈ കേസ് അടുത്ത അവധിക്ക് മാറ്റിവെക്കട്ടെ എന്ന നിലപാടിലായിരിക്കും ഇന്ന് ഉണ്ടാവുക. ഇതിനു ശേഷം പിന്നീട് വേനലവധിയാണ്. കോടതി അടയ്ക്കുന്ന സാഹചര്യം, വേനലവധിക്ക് പിരിയുന്ന സാഹചര്യമാകും ഉണ്ടാവുക. അതുകൊണ്ട് ഇനി വേനലവധിക്ക് ശേഷമായിരിക്കും ഇന്ന് കേസ് മാറ്റിവെച്ചാൽ പിന്നീട് ലിസ്റ്റ് ചെയ്യപ്പെടുന്നത്. ആർ രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ലൈംഗികാതിക്രമ കേസിൽ അറസ്റ്റിലായ കർണാടക മുൻ മന്ത്രി HD രേവണ്ണയുടെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. ബംഗളൂരുവിലെ പീപ്പിൾ റെപ്രസെന്റേറ്റീവ് കോടതി ഇന്ന് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നുണ്ട്. ദേഹാസ്വസ്ഥത്തെ തുടർന്ന് രേവണ്ണയെ ഇന്നലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. വോട്ടെടുപ്പ് പൂർത്തിയായ പശ്ചാത്തലത്തിൽ ഒളിവിൽ കഴിയുന്ന JDS നേതാവ് പ്രജ്വൽ രേവണ്ണ ഏറെ വൈകാതെ കീഴടങ്ങുമെന്നാണ് സൂചന. ഹരിയാനയിലെ BJP സർക്കാരിന്റെ പ്രതിസന്ധി തുടരുകയാണ്. 3 സ്വതന്ത്ര MLAമാർ പിന്തുണ പിൻവലിച്ചതിന് പിന്നാലെ BJPയെ പിന്തുണച്ചിരുന്ന ജനനായക് ജനതാ പാർട്ടി സർക്കാരിനെ താഴെയിറക്കാൻ ആഹ്വാനം ചെയ്തു. സർക്കാർ രൂപീകരണത്തിനായി പ്രതിപക്ഷ നേതാവ് ഭൂപിന്ദർ സിംഗ് ഹൂഡ മുൻകൈയെടുക്കണമെന്ന് JJP അധ്യക്ഷൻ ദുഷ്യന്ത് ചൌട്ടാല ആവശ്യപ്പെട്ടു. ആർ രാധാകൃഷ്ണൻ ഒരിക്കൽ കൂടി ചേർന്നു ടെലിഫോൺ ലൈനിൽ. ആർക്കെ, എന്താണ് ഹരിയാനയിലെ നിലവിലെ അവസ്ഥ? കൂടുതൽ ആൾക്കാർ പിന്തുണ പിൻവലിക്കും സർക്കാരിന് എന്നൊക്കെയുള്ള അഭ്യൂഹങ്ങളും വാർത്തകളും പുറത്തു വരുന്നുണ്ട്. എന്താണ് സർക്കാരിന്റെ അവകാശവാദം? 90 അംഗ നിയമസഭയാണ് ഹരിയാനയിലുള്ളത്. BJPക്ക് 42 പേരുടെ പിന്തുണ മാത്രമേ ഈ സ്വതന്ത്രർ പിന്തുണ പിൻവലിച്ചതോടുകൂടി ഉള്ളൂ എന്നതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. മറുഭാഗത്ത് എണ്ണം കൊണ്ട് നോക്കുമ്പോൾ സർക്കാരിനേക്കാൾ കൂടുതൽ MLAമാർ ഉള്ള ഒരു സാഹചര്യം നിൽക്കുന്നു. ഇത് BJP ദേശീയ നേതൃത്വം ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വിലയിരുത്തുന്നുണ്ട്. 42 MLAമാർ ഉണ്ടെങ്കിലും ഇപ്പോഴും മുഖ്യമന്ത്രിയുടെ ഓഫീസ് അവകാശപ്പെട്ടിരിക്കുന്നത് 47 അംഗങ്ങളുടെ പിന്തുണ തങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. JJPയുടെ പിന്തുണയാണ് ഇവിടെ നിർണായകമായിട്ട് ഉള്ളത്. JJP അവരുടെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. അതുകൊണ്ട് കഴിഞ്ഞ ഏതാണ്ട് മാസങ്ങളായിട്ട് തന്നെ ഹരിയാനയിൽ ഒരു ഞാണിന്മേൽ കളിയാണ് ഇപ്പോഴത്തെ സർക്കാർ നടത്തി വന്നിരുന്നത്. 3 MLAമാർ പിന്തുണ പിൻവലിച്ചതോടുകൂടി അത് കൂടുതൽ പാരമ്യത്തിലെത്തിരിക്കുന്ന ഒരവസ്ഥയാണുള്ളത്. അതുകൊണ്ട് ഇന്ന് നിർണായകമായിരിക്കും സർക്കാരിന്റെ ഭാവി സംബന്ധിച്ചിട്ടുള്ള കാര്യത്തിൽ BJP ദേശീയ നേതൃത്വം കൈക്കൊള്ളുന്ന തീരുമാനം. മാസങ്ങൾ മാത്രമാണ് ഹരിയാനയിൽ ഇനി നിയമസഭയ്ക്ക് കാലാവധി ഉള്ളത്. ഈ സാഹചര്യത്തിൽ കോൺഗ്രസ് ഇപ്പോൾ ശ്രമിക്കുന്നത് സർക്കാർ രൂപീകരണത്തിനുള്ള സാധ്യതകൾ തേടുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു ചർച്ചകൾ JJP അടക്കമുള്ളവരുമായിട്ട് കോൺഗ്രസ് ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ആർ രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് പയ്യോളി, മൂരാട്, പെരിങ്ങാട് പ്രദേശങ്ങളിൽ 4 പേരെ കടിച്ച നായയ്ക്ക് പേവിഷബാധയെന്ന് സ്ഥിരീകരിച്ചു. തിങ്കളാഴ്ച വൈകിട്ട് വീട്ടുമുറ്റത്ത് കളിക്കുകയായിരുന്ന 8 വയസ്സുകാരി ആഷ്മിക, കിഴനാരി മൈഥിലി, ശ്രീരേഷ് ഒഴിവയൽ, ബാലകൃഷ്ണൻ എന്നിവർക്കാണ് നായയുടെ കടിയേറ്റത്. നായയുടെ കടിയേറ്റയാൾ നായയെ കീഴ്പ്പെടുത്തി കെട്ടിയിട്ടിരുന്നു. രാത്രിയോടെ ഈ നായ ചത്തു. തുടർന്ന് കണ്ണൂർ ജില്ലാ ഗവൺമെന്റ് മൃഗാശുപത്രിയിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് പേവിഷബാധ സ്ഥിരീകരിച്ചത്. ട്രെയിനിടിച്ച് കാട്ടാനകൾ ചരിഞ്ഞ സംഭവങ്ങളിൽ ലോക്കോ പൈലറ്റുമാർക്കെതിരായ കേസുകൾ മന്ദഗതിയിൽ. അപകടത്തിൽ കേസെടുത്തെങ്കിലും ഒന്നിലും മൊഴി രേഖപ്പെടുത്തിയിട്ടില്ല. വനംവകുപ്പ് നൽകിയ വിവരാവകാശ രേഖയിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. വിവരാവകാശ രേഖയുടെ പകർപ്പ് 24 ലഭിച്ചു. ജനങ്ങളെ വനംവകുപ്പ് വിഡ്ഢികളാക്കിയെന്ന് ആനപ്രേമി സംഘം 24 പ്രതികരിച്ചു. അത് 2018 മുതൽ 2024 വരെ എത്ര ആനകൾ ഈ റെയിൽവേ ട്രാക്കിൽ ട്രെയിൻ ഇടിച്ച് ചെരിഞ്ഞു എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ ഈ കാലയളവിൽ 7 ആനകളാണ് ചെരിഞ്ഞിരിക്കുന്നത്. 7 ആനകൾ ചെരിയുകയും 7 ആനകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പരിക്കേറ്റ ആനകളും ചെരിഞ്ഞു. അത് 7 ആനകളും പുറമേ ഇന്ന് പുലർച്ചെ 1, അങ്ങനെ 8 ആനകളാണ് ഇപ്പോൾ നിലവിലുള്ള ഇതിൽ ഈ ലോക്കോ പൈലറ്റിനെതിരെ കേസ് എടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ ലോക്കോ പൈലറ്റിനെതിരെ കേസ് എടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഞാൻ ചോദിച്ചിരുന്നു കേസ് രജിസ്റ്റർ ചെയ്ത് കോടതിയിൽ ചാർജ് ചെയ്ത് ഫയൽ ചെയ്തിട്ടുണ്ടോ. എന്നാൽ കേസ് എടുക്കുക മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. മൊഴി രേഖപ്പെടുത്തി ഇത് കോടതിയിൽ ചാർജ് ചെയ്തിട്ടില്ല. അപ്പോൾ പേരിനൊരു കേസ് എടുത്തുകൊണ്ട് മാത്രം
ഇരു വകുപ്പുകളും മുന്നോട്ട് പോവുകയാണ്. ഇന്ന് പത്രത്തിൽ കണ്ടിരുന്നു കേസ് എടുക്കുമെന്ന്. അപ്പോൾ ജനങ്ങളെ പറ്റി, അതായത് ശുദ്ധ തട്ടിപ്പാണിത്. കാരണം കേസ് എടുക്കുമെന്ന് പറയുന്നത് തട്ടിപ്പ് മാത്രമാണ്. കേസ് എടുത്തതുകൊണ്ട് മാത്രം കാര്യമില്ല, മൊഴി രേഖപ്പെടുത്തി ഇത് കോടതിയിൽ ഫയൽ ചാർജ് ചെയ്താൽ മാത്രമേ ഇവർക്കെതിരെയുള്ള നടപടികൾ സ്വീകരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് വനം വകുപ്പിൻ്റെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല. നിഖിൽ പ്രമേഷ് ചെയ്യുന്നുണ്ട് പാലക്കാട് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി. നിഖിൽ, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം ട്രെയിനിടിച്ച് കാട്ടാന ചെരിയുന്ന സംഭവം ഉണ്ടായിരുന്നു പാലക്കാട്. അത് കഴിഞ്ഞൊരു മാസത്തിലുണ്ട രണ്ടാമത്തെ സംഭവമാണ് സമാനഗതിയിൽ. അപ്പോൾ എന്താണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരം കേസുകളുടെ ഒരു സ്ഥിതി എന്ന് പരിശോധിക്കുമ്പോഴാണ് അതിൽ കേസുകളെല്ലാം മന്ദഗതിയിലാണെന്നൊരു വാർത്ത വരുന്നത്. വിവരാവകാശ രേഖയിൽ അത് വ്യക്തമാവുന്നുമുണ്ട്. അപ്പോൾ ഇതിലെ ഇടപെടൽ എങ്ങനെ വേണമെന്നാണ് ഇപ്പോൾ ഈ ആനപ്രേമി സംഘം ആവശ്യപ്പെടുന്നത്? അതിന് വിശദാംശങ്ങൾ എന്താ? പ്രജിൻ, ഗുഡ് മോർണിംഗ്. ഇന്നലെ ഈ കഞ്ചിക്കോട് വെച്ച് പിടിയാന ട്രെയിൻ ഇടിച്ച് ചെരിഞ്ഞതിന് പിന്നാലെ തന്നെ വനംവകുപ്പ് നിലപാട് വ്യക്തമാക്കിയിരുന്നത് ലോക്കോ പൈലറ്റിനെതിരെ കേസെടുക്കണം എന്നുള്ളതായിരുന്നു. അപ്പോൾ നമ്മൾ കരുതും ഈ വിഷയത്തിൽ വനംവകുപ്പിന്റെ നിലപാട് വളരെ ആത്മാർത്ഥതയുള്ളതാണെന്ന്. എന്നാൽ അത് ഒരിക്കലും അങ്ങനെയല്ല എന്ന് വ്യക്തമാക്കുന്നതാണ് കഴിഞ്ഞ ഏതാനും നാളുകളിലത്തെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ. ഈ ആനപ്രേമി സംഘം വിവരാവകാശ നിയമപ്രകാരം നൽകിയിട്ടുള്ള ചോദ്യത്തിൽ അവർക്ക് ലഭിച്ച മറുപടി പ്രകാരം അതിൽ വ്യക്തമാക്കുന്നത് ഇത്തരം വിഷയങ്ങളിൽ കേസെടുക്കുന്നുണ്ടെങ്കിലും പിന്നീടുള്ള ആ കേസിന്റെ തുടർ നടപടി പലപ്പോഴും മന്ദഗതിയിലാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് അവർക്ക് ലഭിച്ചിട്ടുള്ള മറുപടി. ആ മറുപടികളിൽ പറയുന്നു പല വിഷയങ്ങളിലും കേസെടുത്തിട്ടുണ്ടെങ്കിലും പിന്നീട് ഇതിന്റെ തുടർ നടപടികൾ ഉണ്ടായിട്ടില്ല. അതായത് ഈ ഉദ്യോഗസ്ഥരുടെ മൊഴി രേഖപ്പെടുത്തുകയോ കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുകയോ ഒന്നും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നില്ല. ഇതിനർത്ഥം പ്രതിഷേധങ്ങൾ തണുപ്പിക്കാൻ ആളുകളുടെ പ്രതിഷേധങ്ങൾ തണുപ്പിക്കാൻ വേണ്ടി പേരിന് കേസെടുക്കുന്നു. എന്നാൽ ആ വിഷയങ്ങളിൽ മുന്നോട്ട് പോകാൻ പലപ്പോഴും വനംവകുപ്പ് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഈ വിവരാവകാശ രേഖയിൽ നിന്ന് വ്യക്തമാകുന്നത്. കണ്ണൂർ പാനൂരിലെ വിഷ്ണുപ്രിയ കൊലക്കേസിൽ തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ഇന്ന് വിധി പറയും. പാനൂർ വള്ളിയായി സ്വദേശി വിഷ്ണുപ്രിയ 2022 ഒക്ടോബർ 22-നാണ് കൊല്ലപ്പെട്ടത്. പ്രണയപ്പകയെ തുടർന്ന് മാനന്തേരി സ്വദേശി ശ്യാംജിത്ത് വീട്ടിൽ കയറി കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയായിരുന്നു. ഒക്ടോബർ 22 നാടിനെ നടുക്കിയ ക്രൂര കൊലപാതകം. പാനൂർ വള്ളിയായി സ്വദേശിനിയായ 23-കാരി വിഷ്ണുപ്രിയയെ പ്രതി ശ്യാംജിത്ത് പട്ടാപ്പകൽ വീട്ടിൽ കയറി കഴുത്തറുത്തു കൊലപ്പെടുത്തി. കൂത്തുപറമ്പ് മാനന്തേരി സ്വദേശിയായ ശ്യാംജിത്ത് മാത്രമാണ് കേസിലെ പ്രതി. ശ്യാംജിത്തും വിഷ്ണുപ്രിയയും സുഹൃത്തുക്കളായിരുന്നു. എന്നാൽ ഇരുവരുടെയും പ്രണയം തകർന്നതോടെ പക. വിഷ്ണുപ്രിയ മറ്റൊരാളുമായി പ്രണയത്തിലായെന്ന സംശയം പക വർദ്ധിപ്പിച്ചു. കൊലയ്ക്കായി പ്രതി വിപുലമായ ആസൂത്രണം നടത്തി. നേരിട്ടും ഓൺലൈൻ വഴിയും ആയുധങ്ങൾ സംഘടിപ്പിച്ചു. വിഷ്ണുപ്രിയയുടെ വീട്ടിൽ പട്ടാപ്പകൽ അതിക്രമിച്ചു കയറിയ പ്രതി ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ചു വീഴ്ത്തി കഴുത്തറുത്ത് കൊലപ്പെടുത്തി. യുവതി അക്രമത്തിനിരയായ സമയത്ത് കുടുംബാംഗങ്ങൾ അടുത്ത ബന്ധുവിന്റെ മരണാനന്തര ചടങ്ങുകൾക്കായി കുടുംബ വീട്ടിലായിരുന്നു. കൊല നടത്താനായി എത്തിയ പ്രതിയെ വീഡിയോ കോളിലൂടെ കണ്ട വിഷ്ണുപ്രിയയുടെ ആൺ സുഹൃത്താണ് കേസിലെ പ്രധാന സാക്ഷി. കൊല നടന്ന ദിവസം തന്നെ പ്രതി അറസ്റ്റിലുമായി. എല്ലാം ഒറ്റയ്ക്ക് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയത് ശ്യാംജിത്ത് തന്നെ. 49 പ്രോസിക്യൂഷൻ സാക്ഷികൾ, 40 തൊണ്ടിമുതലുകൾ, 102 രേഖകൾ എന്നിവ കുറ്റപത്രത്തിന്റെ ഭാഗം. വിഷ്ണുപ്രിയയുടെ ശരീരത്തിലെ 29 മുറിവുകളിൽ 10 എണ്ണം കൊലയ്ക്ക് ശേഷം കഴുത്ത് 75% മുറിഞ്ഞു തൂങ്ങി. കൃത്യത്തിന്റെ ക്രൂരത വെളിവാക്കുന്നതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ചുറ്റിക, ഉളി, ഇരുതല മൂർച്ചയുള്ള കത്തി, ഇലക്ട്രിക് കട്ടർ തുടങ്ങി പ്രതി ഉപയോഗിച്ച ആയുധങ്ങളെല്ലാം വീണ്ടെടുക്കാനായി. ശാസ്ത്രീയ തെളിവുകളും പ്രധാനം. പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷൻ വാദം. 24 കണ്ണൂർ. ഇതോടെ പ്രഭാത വാർത്ത പൂർത്തിയാവുന്നു.